ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് +1 ബിസിനസ് സ്റ്റഡീസിലെ 2 മാർക്ക് ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ്. അതിൽ ഫസ്റ്റ് വൺ എക്കണോമിക് ആക്ടിവിറ്റി. പ്രോഫിറ്റിന് വേണ്ടി ചെയ്യുന്ന ഒരു എക്കണോമിക് ആക്ടിവിറ്റിയാണ് ബിസിനസ്. പ്രൊഡക്ഷൻ ഓർ പ്രൊക്യൂർമെൻറ്റ്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള ആക്ടിവിറ്റീസും ബിസിനസ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. സെയിൽ ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഹ്യൂമൻ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ എല്ലാ തരത്തിലുള്ള സെല്ലിങ്ങും ഈ ഒരു ബിസിനസ്സിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ് ക്യാരി ഔട്ട് ചെയ്യുന്നത് ഒരു റെഗുലർ ബേസിസിൻ്റെ അകത്തായിരിക്കും. ഇത്രയാണ് പ്രധാനമായിട്ടുള്ള നമ്മുടെ ബിസിനസ്സിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. അടുത്തതായിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നോമിനൽ പാർട്ട്ണർ. ഇപ്പം നോമിനൽ പാർട്ട്ണറിനെ പറയുന്ന വേറൊരു പേരാണ് കോസി പാർട്ട്ണർ. നോമിനൽ പാർട്ട്ണർ പാർട്ട്ണർഷിപ്പ് ഫേമിൽ ഒരു തരത്തിലുള്ള ആക്റ്റീവ് റോളും ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ക്യാപിറ്റലും ഇവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഫേമിന് എന്തെങ്കിലും തരത്തിലുള്ള കടമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് വീട്ടാനുള്ള ബാധ്യത ഈ ഒരു നോമിനൽ പാർട്ട്നേഴ്സിന് ഉണ്ട്. അടുത്തതായിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ആക്റ്റീവ് പാർട്ട്ണറിൻ്റെ മീനിങ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ പേര് പോലെ തന്നെയാണ് ഇവർ. അതായത് പാർട്ണർഷിപ്പ് ഫേമിലേക്ക് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുകയും പാർട്ണർഷിപ്പ് ഫേമിന് വേണ്ട എല്ലാ തരത്തിലുള്ള ആക്റ്റീവായിട്ടുള്ള റോളും കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ മാനേജ് ചെയ്യുന്നതും ഇവർ തന്നെയാണ്. സോ അതുകൊണ്ടാണ് ഇവരെ പേര് പോലെ തന്നെ ആക്റ്റീവ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്. ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. അതിൻ്റെ മീനിങ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു ബിസിനസ് ഓൺ ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും ഒക്കെ ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ആയിരിക്കും. ഈ ഒരു ഫോം ഓഫ് ബിസിനസ്സിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് കർത്തയായിരിക്കും. അതായത് ഈ ഒരു ഫാമിലിയിലെ ഏറ്റവും മുതിർന്ന അംഗമായിരിക്കും കർത്ത. HUFലെ മെമ്പേഴ്സിനെ പൊതുവെ പറയുന്ന പേരാണ് കോ പാർട്ട്നേഴ്സ്. ഇവിടെ കർത്തയ്ക്ക് അൺലിമിറ്റഡ് ലാബിലിറ്റി ആയിരിക്കും. എന്നാൽ അവിടുത്തെ മെമ്പേഴ്സ് ആയിട്ടുള്ള കോ പാർട്ട്നേഴ്സിന് ലിമിറ്റഡ് ആയിട്ടുള്ള ലാബിലിറ്റി ആയിരിക്കും. ഈ ഒരു ഫാമിലിയിൽ ജനിക്കുന്ന എല്ലാവരും ഇതിലെ മെമ്പേഴ്സാണ്, ഇൻക്ലൂഡിങ് മൈനേഴ്സ്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഡീമെറിറ്റ്സ് ഓഫ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്. അതിൽ ഫസ്റ്റ് വൺ ലിമിറ്റഡ് ക്യാപിറ്റൽ. ഒരു സോൾ ട്രേഡറിന് അദ്ദേഹത്തിന് ബിസിനസ് ചെറിയ രീതിയിൽ മാത്രമേ തുടങ്ങാൻ പറ്റൂ. കാരണം ഒരാൾ മാത്രമേ ആ ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൻ്റെ അകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവരുടെ ക്യാപിറ്റൽ വളരെയധികം ലിമിറ്റഡ് ആയിരിക്കും. ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി ആണ്. ഇപ്പം ഈ ഒരു സോൾ ട്രേഡറിന് ഡെത്തോ അല്ലെങ്കിൽ അദ്ദേഹം ഇൻസോൾവൻ്റ് ആയാലോ മറ്റു തരത്തിലുള്ള ഇൽനെസ് സംഭവിച്ചാലോ ആ ഒരു ബിസിനസ്സിൻ്റെ എൻഡിലേക്ക് അല്ലെങ്കിൽ ക്ലോസറിലേക്കായിരിക്കും ഇത് നയിക്കുന്നുണ്ടാവുക. സോ ദ തേർഡ് വൺ ഈസ് അൺലിമിറ്റഡ് ലാബിലിറ്റി. ഈ ഒരു സോൾ ട്രേഡറിന് എന്തെങ്കിലും തരത്തിലുള്ള നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ പ്രോപ്പർട്ടി കൂടെ വിറ്റിട്ട് അദ്ദേഹം നഷ്ടം നികത്തേണ്ടതായിട്ടുണ്ട്. സോ ഇത്രയാണ് പ്രധാനമായിട്ടും വരുന്ന ഈ ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൻ്റെ ഡീമെറിറ്റ്സ്. ഫീച്ചേഴ്സ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ. നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത്. സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷന് പറയുന്ന മറ്റൊരു പേരാണ് പബ്ലിക് കോർപ്പറേഷൻ. LIC, RBI, SBI ഇതൊക്കെ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷന് എക്സാമ്പിൾ ആണ്. അപ്പം അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹോളി ഓൺഡ് ബൈ ദ സ്റ്റേറ്റ്. സ്റ്റേറ്റ് ആയിരിക്കും ഈ ഒരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഓണർഷിപ്പ് സ്റ്റേറ്റിൻ്റെ കയ്യിലായിരിക്കും ഉണ്ടാവുന്നത്. അടുത്തൊരു ഫീച്ചറാണ് ഇറ്റ് ഹാസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. ഒരു വ്യക്തിയെ പോലെ തന്നെയാണ് ഈ ഒരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനും. ദാറ്റ് മീൻസ് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനും അതുപോലെ തന്നെ കേസ് കൊടുക്കാനും ഒക്കെയുള്ള റൈറ്റ് ഈ ഒരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷന് ഉണ്ട്. സ്വന്തം പേരിൽ തന്നെ ചെയ്യാനുള്ള റൈറ്റ് ഈ ഒരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനുണ്ട്. അടുത്ത ഒരു ഫീച്ചറാണ് The employees of this entities are not government employees. ഇതിലെ എംപ്ലോയീസ് ഗവൺമെൻറ് എംപ്ലോയീസ് ആയിരിക്കില്ല. അപ്പം ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന കുറച്ച് ഷോർട്ട് ക്വസ്റ്റ്യൻസ്. ബാക്കി വരുന്ന ചാപ്റ്റേഴ്സിൽ നിന്ന് കൂടി നമുക്ക് ഷോർട്ട് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം.
അത് നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.